ഹായ് ഡിയേഴ്സ്, നമ്മളിന്ന് പറയുന്നത് ഒരു സ്കോളർഷിപ്പിൻ്റെ വീഡിയോ ആണ്. നമ്മുടെ മഹാനായ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു സ്കോളർഷിപ്പാണ് APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ഇത് പോളിടെക്നിക്കുകളിൽ ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് മാത്രമുള്ള ഒരു സ്കോളർഷിപ്പാണ്. രണ്ട്, നമ്മുടെ കേരളത്തിലെ മൈനോറിറ്റി കാറ്റഗറിയിൽ വരുന്ന ക്രിസ്ത്യൻ ഇസ്ലാം വിഭാഗത്തിൽ വരുന്ന കുട്ടികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുക. ഇപ്പോൾ നിങ്ങൾ പോളിടെക്നിക്കുകൾ ഗവൺമെൻറ് ആണെങ്കിലും എയ്ഡഡ് ആണെങ്കിലും പ്രൈവറ്റ് കോളേജുകളാണെങ്കിലും അല്ലെങ്കിൽ പ്രൈവറ്റ് പോളിടെക്നിക്കുകളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് 6000 രൂപയാണ് ഈ ഒരു സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ ഗവൺമെൻറ് ആണെങ്കിലും എയ്ഡഡ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ മെറിറ്റ് സീറ്റിൽ അലോട്ട്മെൻറ്റ് എടുത്തവരായിരിക്കണം കേട്ടോ. ഇപ്പം നിങ്ങൾ നേരിട്ടൊക്കെ പോയിട്ട് മാനേജ്മെൻറ്റ് സീറ്റിലൊക്കെ കൂടുതൽ എമൗണ്ടൊക്കെ കൊടുത്ത് അഡ്മിഷൻ എടുക്കുമല്ലോ, അങ്ങനെയുള്ളവർക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടില്ല. മെറിറ്റ് സീറ്റിൽ അലോട്ട്മെൻറ്റ് വഴിയാണല്ലോ നമുക്ക് മെറിറ്റ് സീറ്റ് കിട്ടുന്നത്, അല്ലേ? അങ്ങനെയാണെന്നാണ് എൻ്റെ അറിവ്. സോ അങ്ങനെ കിട്ടുന്ന സീറ്റ് ആയിരിക്കണം, അങ്ങനെയുള്ള ഇതിലായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. സോ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ സ്കോളർഷിപ്പ് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ BPL ആ ഒരു വിഭാഗങ്ങൾക്കാണ് മുൻഗണന. പക്ഷേ BPL ഇല്ലാത്തപ്പോൾ APL ആരെയും പരിഗണിക്കും. സോ നിങ്ങൾ കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് 8 ലക്ഷം രൂപ വരുമാനമുള്ളവർക്ക് വരെ കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി ഈ ഒരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്ലോമ കോഴ്സ് എന്ന് പറയുന്നത് 3 വർഷമാണല്ലോ. അപ്പോൾ ഈ 3 വർഷത്തിൽ ഏതെങ്കിലും ഒരു വർഷം കൊടുത്താലും നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയർ അറിഞ്ഞില്ല, ഇപ്പോൾ തേർഡ് ഇയർ ആയപ്പോഴാണ് ഈ ഒരു സ്കോളർഷിപ്പിനെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കാം. അതല്ല നിങ്ങൾ ഫസ്റ്റ് ഇയർ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി അതല്ല സെക്കൻഡ് ഇയർ ആണ്, ഇതുവരെ ഈ സ്കോളർഷിപ്പ് വാങ്ങിയിട്ടില്ലെങ്കിൽ അങ്ങനെ കൊടുക്കാം. പക്ഷേ ഈ 3 വർഷങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ നിങ്ങൾക്ക് കിട്ടില്ല. അതായത് ആകെ ഈ നമ്മുടെ 3 വർഷങ്ങളിൽ 1 കൊല്ലം മാത്രമാണ് ഈ ഒരു സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിൽ 30% സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്കായിട്ട് സംവരണം ഉള്ളതാണ്. അങ്ങനെ ഇല്ലെങ്കിൽ ആൺകുട്ടികളെയും കൂടി അതിൽ പരിഗണിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നാഷണലൈസ്ഡ് ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. നിങ്ങൾ മൈനോറിറ്റി വെൽഫെയറിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. സോ അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 3-ാം തീയതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻ്റെ ഫോം പ്രിൻ്റ് ഔട്ട് എടുത്തതും അതിൽ കുറച്ച് സാധനങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ. സോ ആ അപ്ലോഡ് ചെയ്ത്, അതായത് ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കോപ്പീസും അതും കൂടി നിങ്ങൾ എവിടെയാണോ ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് അവിടെ കൊണ്ടുപോയി ഈ ഒരു 3-ാം തീയതിക്കുള്ളിൽ എത്തിക്കാം. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്, ഞാൻ ഏതൊക്കെ സർട്ടിഫിക്കറ്റാണെന്ന് പറയാം. ഇപ്പോൾ ഇനി ഇൻ കേസ് 3-ാം തീയതി നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിച്ചാലും കുഴപ്പമില്ല, കോളേജിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് 5-ാം തീയതിക്കുള്ളിൽ കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾ 3-ാം തീയതി വരെ സമയമുണ്ട്, 3-ാം തീയതിയും കൂടി ഉണ്ട്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ടും കുറച്ച് സർട്ടിഫിക്കറ്റുകളുണ്ട്. ആ സർട്ടിഫിക്കറ്റുകളും നിങ്ങളുടെ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി കൊടുക്കാനുള്ള സമയം 5/2/2025 വരെ സമയമുണ്ട് കേട്ടോ. ഇനി പിന്നെ അവർ അത് അപ്ലോഡ് ചെയ്യാനായിട്ട് 7-ാം തീയതി വരെ സമയമുണ്ട്. സോ ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഇനി 5-ാം തീയതി കഴിഞ്ഞിട്ടാണെങ്കിലും ചില കോളേജസ്സുകാർ ആ 7-ാം തീയതി വരെയുള്ള സമയം വരെ സ്വീകരിക്കേണ്ടതാണ്. അത് അവരുടെ ഇതുപോലെ ഇരിക്കും കേട്ടോ. പിന്നെ കോളേജിൽ നിന്ന് അപ്രൂവലൊക്കെ നൽകി മൈനോറിറ്റിയുടെ വെൽഫെയറിൻ്റെ ആ ഡയറക്റ്റിലേക്ക് അയക്കേണ്ട ഡേറ്റ് 10-ാം തീയതിയാണ്. അത് നമ്മളായിട്ട് ബന്ധമില്ല. നിങ്ങളെന്തായാലും 5-ാം തീയതിക്കുള്ളിൽ അതായത് 3-ാം തീയതിക്കുള്ളിൽ അപ്ലൈ ചെയ്യുക. 5-ാം തീയതിക്കുള്ളിൽ ഞാൻ പറഞ്ഞല്ലോ, ചില കോളേജ് 7-ാം തീയതി ആണെങ്കിലും സമ്മതിക്കും, ചിലവർ നമുക്ക് പറയില്ല സമ്മതിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ കോളേജിൽ കൊണ്ടുപോയി കൊടുക്കുക. കോളേജുകാർ അത് ബാക്കിയൊക്കെ ചെയ്തോളും. എന്നിട്ട് നമുക്ക് ഈ ഒരു എമൗണ്ട് വരുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിന് അതായത് ആപ്ലിക്കേഷൻ്റെ ഒപ്പം നിങ്ങൾ കൊടുക്കേണ്ട രേഖകൾ, നിങ്ങൾ അപ്ലൈ ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ട്, SLC +2 മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി, പിന്നെ നമ്മൾ അലോട്ട്മെൻറ്റ് എടുത്തില്ല, നമ്മൾ പറഞ്ഞല്ലോ മെറിറ്റ് സീറ്റിലുള്ള ഇതിനെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞല്ലോ. സോ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ പേരിലുള്ള ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫസ്റ്റ് പേജ്, അതിലെല്ലാ കാര്യങ്ങളും ഉണ്ടാവണം. അത് അക്കൗണ്ട്, ബ്രാഞ്ച് കോഡ്, ബ്രാഞ്ചിൻ്റെ അഡ്രസ്സ്, അതൊക്കെ എല്ലാം ഉണ്ടാവുമല്ലോ. സോ അതുകൊണ്ടാണ് ഫസ്റ്റ് പേജ് പറയുന്നത്. ഇനി നിങ്ങളുടെ ആധാറിൻ്റെ കോപ്പി അല്ലെങ്കിൽ NPR കാർഡിൻ്റെ പകർപ്പായാലും മതി. പിന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നമുക്കിപ്പോൾ SLC സർട്ടിഫിക്കറ്റിൽ
നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്ത് കേരളത്തിൽ തന്നെയാണ് ജനിച്ചത്, അത് അതിലുണ്ടെങ്കിൽ അത് തന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആയിട്ട് മതി. അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങി നൽകാം. ഓക്കെ, പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അല്ലെങ്കിൽ മൈനോറിറ്റി, അതായത് OBC NCL സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ, സോ ആ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താലും മതിയാവും കേട്ടോ. പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ്, OBC NCL മിക്കവാറും വരുമാനം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്, സോ ആ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ അതിനും മതി. അല്ലെങ്കിൽ നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങി നൽകുക കേട്ടോ. ഇനി റേഷൻ കാർഡിൻ്റെ കോപ്പിയും കൂടിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കോളേജിൽ കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റ് കേട്ടോ. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന്. ഞാൻ ഈ PDF എവിടെയാണ് കിട്ടുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം, സോ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ നമ്മുടെ മൈനോറിറ്റിയുടെ മൈനോറിറ്റി വെൽഫെയറിൻ്റെ വെബ്സൈറ്റ്. ഇതിൽ നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഓരോ സ്കോളർഷിപ്പ് കാണാം. ഇതിൽ APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ് കാണും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇതുപോലെ ഈ ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തൊട്ട് താഴെ അപ്ലൈ ഓൺലൈൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇത് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. നമ്മൾ ചിലപ്പോൾ മാർക്ക് ലിസ്റ്റോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടാവും. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നേരത്തെ ഗൈഡ് ലൈൻ കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അവിടെ കാണിക്കുന്നുണ്ടാവും. അത് നോക്കിയിട്ട് അതൊക്കെ ഇതാക്കി വെക്കുക കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.